ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ 67-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഗുരു ഇവിടെ സൂചിപ്പിക്കുന്നത് ഗണനയിൽ നിന്ന്, നമ്മുടെ കണക്കുകൂട്ടുകളിൽ നിന്നെല്ലാം അപ്പുറത്ത്, അതായത് മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പരിമിതമായിട്ടുള്ള ഇന്ദ്രിയ തലത്തിൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം ഇവിടെയാണ് വരുന്നത്. അവിടെ അതിൻ്റെ അപ്പുറത്ത് ഉള്ള ഒന്നിനെ തിരിച്ചറിയുവാൻ വേണ്ടി, അല്ലെങ്കിൽ അനന്തമായിട്ടുള്ള ഒന്നിലേക്കുള്ള ഒരു പ്രയാണം തീർച്ചയായിട്ടും മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ അവൻ അന്വേഷിക്കുന്നതാണ്. നമ്മുടെ അന്വേഷണങ്ങളെല്ലാം എങ്ങും പൂർത്തിയാകാതെ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഭൗതികമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ പരിമിതി നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യന് എത്രമാത്രം സുഖം അവന് ഉണ്ടാക്കാൻ സാധിക്കും, അത് ഏതിലൂടെയെല്ലാം ലഭിക്കും, അതിനുവേണ്ടി അവനിങ്ങനെ സഞ്ചരിക്കുകയാണ്. പക്ഷേ ഓരോന്ന് കണ്ടുപിടിച്ച് വരുന്നതനുസരിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് അവന് ഇതിനകത്ത് തൃപ്തനല്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ബഹിരാകാശ യാത്രയ്ക്കൊക്കെ മനുഷ്യൻ പോയി, എത്രയോ ദിവസങ്ങൾ അവിടെ കിടന്നു. അപ്പോൾ അതിന് ഒക്കെ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ നടത്തിയിരുന്നു. മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു തലത്തിലേക്ക്, കാരണം അവിടെ ദൈവത്തിനൊന്നും ഒരു സ്ഥാനവുമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ഈ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലൊരു വ്യക്തിത്വമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ ധാരണകൾ അവൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. പക്ഷേ മഹർഷിമാർ പറയുന്ന ഒരു ദൈവം, ഇപ്പം മനുഷ്യൻ അവൻ്റെ കഴിവിൻ്റെ അനുസരിച്ച് അവൻ ഒരുപാട് ശാസ്ത്രീയമായി പലതും കണ്ടുപിടിക്കുകയും അവനങ്ങനെ ഒരുപാട് മുകളിലിരുന്നു കൊണ്ട് അവൻ്റെ യന്ത്രങ്ങളിലൂടെ അവന് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുവാനും നിയന്ത്രിക്കുവാനും ഒക്കെ അവൻ കണ്ടെത്തുന്ന, അവൻ എത്തിച്ചേരുന്ന ഒരിടം. അവൻ പക്ഷെ അപ്പോഴും ഇവൻ്റെ ബുദ്ധിയെയും ഇവൻ്റെ ഇന്ദ്രിയങ്ങളെയും അതുപോലെ തന്നെ ഈ ഞാനെന്ന് അഭിമാനിക്കുന്ന ഈ ജീവനെയും ഒക്കെ പ്രകാശിപ്പിക്കുന്ന ഒന്ന്, അതാണ് ഗണനയിൽ നിന്ന്. അപ്പോൾ ഈ കണക്കുകൂട്ടുകളിൽ നിന്നെല്ലാം അപ്പുറത്ത് ഉള്ള ഒരു ചൈതന്യത്തെ ഇവന് പിടികിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഗുരു ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്ന് സാധാരണമിവ രണ്ടുമൊഴിഞ്ഞ ഒരന്യരൂപം, നിലവിലുമില്ല ഇത് നിദ്രയിങ്കലും മേലിന നഗരത്തിലുമെങ്ങുമില്ല നൂനം. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് അവൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരുപാട് ലോകങ്ങൾ, ഇവിടെ മറ്റു ലോകങ്ങളെക്കുറിച്ച് ആണ് ഈ മേലിന നഗരത്തിലുമെങ്ങുമില്ല നൂനം എന്ന് പറഞ്ഞ് ഗുരു സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവൻ്റെ പരിമിതികളെ ഉൾപ്പെടെ ഇതിനെല്ലാത്തിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന ഒന്ന്, അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും ക്ലിഷ്ടകരമായിട്ടുള്ള സംഭവം. അതുകൊണ്ട് തന്നെ തിരിച്ചറിവ് ഉണ്ടാകുന്നത് വളരെ അപൂർവം ചില ആളുകൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് വിശദമാക്കി കൊടുക്കുവാനും സാധ്യമല്ല. കാരണം ഈ നമ്മുടെ മനസ്സിൻ്റെ ഒരു ട്യൂണിങ്, അല്ലെങ്കിൽ ബുദ്ധിയുടെ ആ ഒരു നൈർമല്യം, ഇതൊക്കെ അതിൻ്റെ ആ ഒരു പ്രത്യേക
ഒരു തലത്തിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. നമ്മളുടെ ഏത് കണ്ടുപിടുത്തങ്ങളും നമ്മൾക്കത് കാണണമെങ്കിൽ, ഇപ്പം നമ്മൾക്ക് TV കാണണമെങ്കിൽ അതിൻ്റെ ആ ഒരു എല്ലാ പ്രകാശവും എനർജിയും അതുപോലെ തന്നെ അത് പിടിച്ചെടുക്കുവാനുള്ള യന്ത്രങ്ങളൊക്കെ കറക്റ്റായിരുന്നാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ തരംഗങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമുക്കതെല്ലാം കാണാൻ പറ്റുന്നില്ല? ഒരു പ്രത്യേക ഉപകരണം ആവശ്യമാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കാലദേശാധിവർത്തിയായ ഒന്നിനെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഒന്നിനെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളുമൊക്കെ ആ രീതിയിലേക്ക് ട്യൂൺ ചെയ്യണം. ചെയ്യുമ്പോൾ മാത്രമാണ് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ, ബുദ്ധിയെ ഉണർത്തേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.